വനുതുഖും ബില്ലിസാൻ. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയണമെന്ന. അത് കൂടുമ്പോഴാണ് ഈമാൻ പൂർണ്ണമാകുന്നത്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പള്ളിയിൽ വെച്ച് വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്തൊക്കെ ഉണ്ട്, കുറെ ആളുകൾ ഇങ്ങനെ വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രായമായ ഒരാളുടെ വുളൂ ശരിയായില്ല. അയാളുടെ വുളൂയിൽ കുറച്ച് കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ട് ചെറുപ്പക്കാർ എന്ത് ചെയ്തു? ഇത് കണ്ടപ്പോ ഈ രണ്ട് ചെറുപ്പക്കാർ എന്ത് ചെയ്തെന്നറിയോ? അവർ തമ്മ പറഞ്ഞടാ, അദ്ദേഹം ചെയ്ത ആ വുളൂ ശരിയായിട്ടില്ലല്ലോ, നമ്മളിപ്പോ എങ്ങനെ പറയാ? അയാളോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ എന്ത് ചെയ്തെന്നറിയോ? ഇവര് രണ്ടുപേരും ഒരു തീരുമാനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, നീ തെറ്റിച്ച് വുളൂ ചെയ്യും, ഞാൻ എന്ത് ചെയ്യാം, അത് തിരുത്താം. അങ്ങനെ ഈ രണ്ടുപേരും കൂടെ ഒരാള് തെറ്റിച്ച് വുളൂ ചെയ്ത് എന്നിട്ട് മറ്റേയാളത് പറഞ്ഞു കൊടുത്തു, ഇയാള് കേൾക്കേ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഈ ചെയ്ത തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ വന്ന് വുളൂ മാറ്റി തിരുത്തി ചെയ്തു. അതാണ് വനുതുഖും ബില്ലിസാൻ. ആ മനുഷ്യനോട് പറയേണ്ട രീതിയിൽ അത് പറഞ്ഞു എന്ന് വെച്ചാൽ തൗഹീദി വിഷയങ്ങൾ എന്റെ കൂട്ടുകാരൻ തെറ്റായ മാർഗത്തിലേക്ക് ചലിക്കുന്നുണ്ട് എങ്കിൽ ആ വിഷയത്തെ അവനോട് പറയേണ്ട രീതിയിൽ അവനോട് തന്മയത്വത്തോടു കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അത് പറയാതെ പിന്തിരിഞ്ഞു പോന്നാൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഒന്നും രണ്ടുമല്ല, എല്ലാ മനുഷ്യന്മാരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരും ഒഴികെ. നിർത്തിയോ അല്ലാഹ്? ഇത് രണ്ടും നമ്മളെ രണ്ടില്ലേ? ഇത് രണ്ടും നമ്മളെ രണ്ട്. വിശ്വാസമുണ്ട്, പൂർണ്ണമായിട്ടുണ്ടോന്നില്ല, അത് വേറെ കാര്യം. ഇനി അടുത്തതോ, സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ തൊട്ടടുത്ത് അല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏത്? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരും ഒഴികെ. അവിടെ എന്താണ് സത്യം കൊണ്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞാല്? ബിദ്അത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനോട് അത് അരുതെന്ന് പറയണം. അതിന് പോയിട്ട് കൈവെട്ടേണ്ടതില്ല, അതിന് പോയിട്ട് തല പിടിക്കേണ്ടതില്ല. പിന്നെ അവനോട് സ്നേഹസ്വരൂപ അവനോട് ആ വിഷയം അവതരിപ്പിച്ചു കൊടുത്ത് അവനെ ആ തെറ്റിൽ നിന്നും മാറ്റി നിർത്തേണ്ട ബാധ്യത അത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അങ്ങനെ വനുതുഖും ബില്ലിസാൻ, ആ പറയേണ്ട കാര്യങ്ങളെ പറയേണ്ട രീതിയിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കറിയോ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടപ്പോ ഒരാള് പള്ളിയിൽ ചോദിച്ചത് നിങ്ങൾക്കറിയോ? അള്ളാന്റെ റസൂലിനോട് ചോദിച്ച, നബി ഏതാരാ? അതിന്റെ ഭാര്യയാണ്. ആ നല്ല സുന്ദരിയാണ് കേട്ടോ. അതെ, നിന്റെ അടുത്ത് 4 എണ്ണം ഉണ്ട്, അത് നിങ്ങൾ അങ്ങോട്ട് എടുത്തോളി, ഇതിനൊക്കെ തരുവാ. അപ്പൊ റസൂലുള്ള ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്, വാളിന്റെ തലക്കൽ ഇങ്ങനെ പിടിച്ചു. അള്ളാന്റെ റസൂല്, പിന്നെ അത് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റൂല കേട്ടോ, അത് അള്ളാന്റെ മതത്തില് നമ്മളെ ദീനിൽ അതില്ല കേട്ടോ. നോക്കൂ നിങ്ങള്, ആ മനുഷ്യനെ പിന്നെ ആ ഒരു വിവരം പറഞ്ഞു കൊടുത്ത് ഞാൻ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ അത്രയും നല്ല രീതിയിൽ റസൂലുള്ള പരിവർത്തിപ്പിച്ചെടുത്തു. ഇനി അടുത്തത്, അങ്ങനെ തന്നെ ഒരു മനുഷ്യൻ പള്ളിയിൽ മൂത്രമൊഴിച്ച് സ്വഹാബത്തൊക്കെ എന്ത് ചെയ്തു? സ്വഹാബത്തെല്ലാം കൂടി അടിക്കാനും പിടിക്കാനും പോയി. റസൂലുള്ള പറഞ്ഞു, നിക്കി വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ചൂടായ ആളുകളെല്ലാം കൂടി വെള്ളം എടുക്കാൻ പോയപ്പോ പറഞ്ഞു, പോയിക്കോ, അവര് വരുന്നതിനെടുക്ക്. കാരണം അയാൾക്ക് ഈ ആ മണൽ പുറത്തെ മണലും ഈ മണലും ഒരുപോലാണേ. അങ്ങനെ അയാൾ പെട്ടെന്ന് പോയി. 3 ദിവസം കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. വനുതുഖും ബില്ലിസാൻ, റസൂലുള്ള അങ്ങനെ പഠിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരാള് ഇസ്ലാമിലേക്ക് വന്ന പുതിയൊരാളാ. പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ക്ലാസ് നടന്നെടുക്കുമ്പോ അയാൾ വിളിച്ചു പറഞ്ഞു, നബിയെ ഒരു മിനിറ്റ് എനിക്ക് കാര്യം പറയാനുണ്ട്. റസൂലുള്ള പറഞ്ഞത് അല്ല, എനിക്കിപ്പോ പറയണം. എന്താണ്? പിന്നെ ഞാൻ ഇങ്ങനെ വ്യഭിചാരം എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റ് ചെയ്യലുണ്ട്, ഒരു വ്യഭിചാരം ചെയ്യലുണ്ട്. തെറ്റാണെന്ന് എനിക്കറിയില്ല.
എന്നിട്ട് എനിക്ക് ഏതായാലും ഇന്നൊരാൾ കാത്തുക്കുന്നുണ്ട്, എനിക്ക് ഇപ്പൊ പോകണം, അല്ലെങ്കിൽ ഓട് ദേഷ്യം പിടിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അവിടെ ഇരിക്കി. അല്ലല്ല പറ്റൂല, എനിക്കിപ്പോ പോണോ. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിന്റെ വീട്ടിൽ നിനക്ക് ഉമ്മല്ലേ? ഉണ്ട്. ആ ഉമ്മയോട് അങ്ങനെ പെരുമാറിയാൽ, ആരെങ്കിലും പെരുമാറിയാലോ ഞാൻ പാടെടുത്തിട്ട് തലയെടുത്ത് കളയൂ. നിനക്ക് പെങ്ങളില്ലേ? ഉണ്ട്. ആ പെങ്ങളോട് അങ്ങനെ ചെയ്താൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതില്ല, കഷ്ണം രണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഉമ്മയോ അല്ലെങ്കിൽ ഒരു പെങ്ങളോ ആയിരിക്കില്ലേ? പിന്നീട് പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് ആ ഒരു സംഗതിയോടുള്ള അത്ര വെറുപ്പ് മറ്റൊന്നിനോടും ഉണ്ടായിരുന്നില്ല. നമ്മളെ ബാധ്യതയാണ് അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാകൂ? നമ്മുടെ ജീവിതത്തിൽ ഈമാൻ പൂർണ്ണമാകുന്ന ഒരവസ്ഥയിലേക്ക് വരും.